പ്രൈസ് ദി ലോർഡ്. ആമേൻ. പുതുവർഷം കർത്താവ് തന്നതിനായി ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം ദൈവം നമ്മെ നടത്തിയതോർത്ത്, ദൈവിക പരിപാലനം അനുഭവിപ്പാനിടയായി തീർന്നതോർത്ത്, ദൈവം നമ്മെ ഓരോരുത്തരെയും പുത്രൻ്റെ രക്തം നൽകി, പുത്രൻ്റെ രക്തത്താൽ മുദ്രയിട്ട് ആമേ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൂതന്മാരുടെ കാവലിൽ നടത്തുകയാ. ആ മേഖലയിലെ കഴിഞ്ഞ വർഷം പിന്നിട്ട വർഷത്തെ നോക്കിക്കൊണ്ട് പിറകോട്ട് തിരിഞ്ഞ് യഹോവ എബനേസർ എന്ന് പറഞ്ഞാട്ട്, യഹോവ എബനേസർ പുതിയ വർഷം തന്നതിനായി മുന്നോട്ട് നോക്കിക്കൊണ്ട് യഹോവ ജൈരെ എന്നൊന്ന് പറഞ്ഞാട്ട്, യഹോവ ജൈരെ, അവൻ കരുതുന്ന ദൈവം. അവൻ ഒന്നിനും മുട്ടില്ലാതെ വണ്ണം ദൈവിക കരുതൽ അവൻ വെളിപ്പെടുത്തുവാനിടയായി തീരും. പ്രിയമുള്ളവരെ, ഏത് ഭാരത്തിലൂടെ നാം കടന്നുപോയാലും, പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ വന്നാലും നമുക്ക് മുകളിലേക്ക് നോക്കുവാൻ അവൻ നമ്മുടെ അന്തരാത്മാവിൽ വചനത്തിൻ്റെയും ആത്മാവിൻ്റെയും ശക്തി നൽകിയിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വെളിപ്പാടെന്ന് പറയുന്നത് യഹോവ നിസി. പ്രൈസ് ദി ലോർഡ്. അവനാണ് നമ്മുടെ ജയക്കൊടി. അവൻ തീർച്ചയായും നമുക്ക് ആമേൻ ജയം നൽകുവാനിടയായി തീരും. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ, നാളെ എന്ത് എന്ന് നാം അറിയാതിരിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് നോക്കി പറയുവാൻ കഴിയും, യഹോവ ഷാലോം. അവൻ തൻ്റെ തികഞ്ഞ സമാധാന പ്രഭുവിനെ അവൻ നമുക്ക് നൽകി ആ സമാധാനത്തിൽ നമ്മെ ആമേൻ നടത്തുവാനിടയായി തീരും. ആ മേഖലയിൽ ആണ്ടുകൾ കഴിയും തോറും നാം ശാരീരികമായി വളരുന്നുണ്ട്. ആമേൻ. അതുപോലെ തന്നെ ആമേൻ ആത്മീകമായി നാം വളരുവാനിടയാകണം. പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവജനമേ, നാം ഒരു നിർണയം നമുക്കുണ്ടാകണം. എൻ്റെ ശരീരം ഇത്രത്തോളം വളർന്നു, എനിക്ക് ആയുസ് ഇത്രത്തോളം കിട്ടി, ഇത്രയും വർഷങ്ങൾ ഞാൻ ജീവിച്ചു കഴിഞ്ഞു. എന്നാൽ എൻ്റെ അകത്തെ മനുഷ്യൻ എത്രത്തോളം വളരുവാനിടയായിട്ടുണ്ട്. കാഹളം ധ്വനിച്ചാൽ ആ നിമിഷം ഈ മൺകൂടാരം വിട്ടിട്ട് ആമെ പറന്നുയരുവാൻ തക്കവണ്ണം എൻ്റെ അകത്തെ മനുഷ്യനിൽ വളർച്ചയുണ്ടാകുവാനിടയായിട്ടുണ്ടോ? ആ മേഖലയിൽ അതിനുവേണ്ടി ആമേൻ അതിന് തടസ്സം നിൽക്കുന്ന എല്ലാറ്റിനുമേലും ജയമെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മാത്രമല്ല, നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി ക്രിസ്തു എന്ന തലയോളം വളരുവാനിടയാകണം. നമ്മുടെ എല്ലാ അപക്വതകളെയും കർത്താവ് ക്ഷമിക്കട്ടെ. നമ്മുടെ എല്ലാ ഹല്ലേലൂയ മുൻവിധികളെയും കർത്താവ് ക്ഷമിക്കട്ടെ. നമ്മുടെ അവിശ്വാസങ്ങളെ കർത്താവ് ക്ഷമിക്കട്ടെ. വചനത്തിൻ്റെ ശക്തി അനുഭവിപ്പാൻ കഴിയാഞ്ഞത് കർത്താവ് ക്ഷമിക്കട്ടെ. എന്നാൽ ഈ 2026 ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, അവൻ്റെ പരിജ്ഞാനത്തിൽ നിറയുവാൻ, ദൈവനാമത്തിൻ്റെ മഹത്വമായി തീരുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയിലും അവൻ്റെ പരിജ്ഞാനത്തിലും നാം നമ്മുടെ തലമുറകളും വിശേഷാൽ ആമേ ഹല്ലേലൂയ വളർന്നു വരുവാൻ, വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേ. നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടായിരിക്കാൻ, ഏറിയ പ്രത്യാശയാൽ നിറയുവാൻ, നമ്മെ കാണുന്നവർ സന്തോഷിക്കുവാൻ, ആമേ നമ്മുടെ ശബ്ദം കേൾക്കുന്നവർ ആത്മാവിൽ ആയിത്തീരുവാൻ, ആമേ കൃപയും ശക്തി അനുഭവിപ്പാൻ, രക്ഷയുടെ ആസ്വാദനം ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആമേ. തുടർന്ന് 40 നിമിഷങ്ങൾ പുതുവർഷത്തിലേക്കുള്ള ആമേൻ ഒരു ദൂതുകൂടെ ആമേ ഹല്ലേലൂയ നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ആയതിനു വേണ്ടി നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം ആമേ ഹല്ലേലൂയ 13-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം, ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ, ചാപ്റ്റർ 13 വേഴ്സ് 34. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആമേ. കർത്താവായ യേശു ക്രിസ്തു താനും ആമേ ഹല്ലേലൂയ താൻ ഈ ലോകം വെടിയും മുമ്പേ ആമേ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തൊരു കൽപ്പനയാണ്. എന്താണ് ആ കൽപ്പന? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇത് പറയുന്ന ശിഷ്യന്മാരോടാണ്. ഇവർ ജീവിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ ആമേഹല്യ പശ്ചാത്തലത്തിൽ തന്നെയാണ്. ആമേഹല്യ അവിടെ അവർക്കൊരു നിയമം കൊടുത്തിട്ടുണ്ട്, ആമേ കൽപ്പന കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ കൽപ്പനകളെ എല്ലാം സംഗ്രഹിച്ചുകൊണ്ട് ആമേ നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ആമേ തൻ്റെ പുത്രൻ കാൽവറി ക്രൂശിൽ, പിതാവേ എൻ്റെ പ്രാണനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാപത്തെ ചുമന്ന് ആ രക്തം കൊണ്ട് നമ്മുടെ പാപക്കറകളെ കഴുകി നമ്മെ വെടിപ്പുള്ളവരാക്കി, നമ്മെ വെണ്മയുള്ളവരാക്കി പിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ നമ്മുടെ യേശു നമ്മോട് ആവശ്യപ്പെട്ട ആ മേഖല പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ തമ്മിൽ
സ്നേഹിപ്പീൻ. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നാം കേട്ടതുപോലെ പരകാര്യങ്ങളിൽ ഇടപെടാതെ എന്നെക്കുറിച്ച് കർത്താവ് എന്താ ആഗ്രഹിക്കുന്നു, എൻ്റെ നിത്യതയോടുള്ള ബന്ധത്തിൽ കർത്താവ് എന്താ ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവ് എങ്ങനെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ പ്രധാനമായി കർത്താവെ നീ തന്ന കൽപ്പന, സ്നേഹമെന്ന കൽപ്പന അവിടുന്ന് കാൽവറിയിൽ കാണിച്ചു തന്നത്. പിതാവേ, നീ കാൽവറിയിൽ പ്രിയപുത്രനെ കൈവിട്ട് ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ച ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലായി തീരുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമേ. ഹല്ലേലൂയ. പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ബുക്ക് ഓഫ് ലെവൈറ്റ്സ് ചാപ്റ്റർ 19 വേഴ്സ് 18. ലേവ്യ 19:18. പ്രതികാരം ചെയ്യരുത്, നിന്റെ ജനത്തിന്റെ മക്കളോട് പക വെക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ യഹോവയാകുന്നു. ദൈവവചനം പറയുന്നു, നിന്റെ ജനത്തിന്റെ മക്കളോട് പകവയ്ക്കരുത്. നിന്റെ ജനത്തിന്റെ മക്കളോട് പകവയ്ക്കരുത്. യഹോവയായ ദൈവത്തിന്റെ മക്കളോട് തന്റെ പുത്രന്റെ പ്രാണനെ യാഗമാക്കി തീർത്തുകൊണ്ട് വീണ്ടെടുത്ത് നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തുവെങ്കിൽ, പ്രിയ മക്കളാക്കി തീർത്തുവെങ്കിൽ, ദൈവത്തിന്റെ മക്കളോട് പകവയ്ക്കുവാനിടയാകരുത്. ദൈവത്തിന്റെ മക്കളോട് പകവയ്ക്കുവാനിടയാകരുത്. വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന എല്ലാവരും ശ്രദ്ധിക്കണമേ. വളരെ ശക്തമായി നിത്യതയുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ന്യൂ ഇയർ മെസ്സേജ് ആയി പറയുന്നു. ദൈവത്തിന്റെ മക്കളോട് പകവയ്ക്കുവാനിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നാം രക്ഷിക്കപ്പെട്ടവരാ, നാം സ്നാനപ്പെട്ടവരാ, നാം തിരുമേശി അനുഭവിക്കുന്നവരാ. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ദോഷം ചെയ്തവർ, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഭാരമുളവാക്കിയവർ, അവരോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? യേശുദാൻ ക്രൂശിൽ കടന്നുകൊണ്ട് നിലവിളിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകയാൽ അവരോട് ക്ഷമിക്കണമേ. പ്രിയരേ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, പൈശാചിക സൈന്യത്തിന്റെ അറ്റാക്ക് ദൈവജനത്തോടും ദൈവസഭയോടും ആയിരിക്കുമ്പോൾ സഭകളിൽ പ്രശ്നമുണ്ടാകാം. സഭകൾ വിഭാഗിക്കപ്പെടാം. ഒരുപക്ഷെ മറ്റു സ്ഥലങ്ങളിൽ പോയി ആരാധിച്ചെന്നിരിക്കാം. ഒരുപക്ഷെ നമ്മളെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിച്ചവരുണ്ടാകാം. യേശുവിനെ എത്ര ടാർഗറ്റ് ചെയ്തു, യേശുവിനെ എത്ര ടാർഗറ്റ് ചെയ്തു. എന്നിട്ടും അവൻ ക്രൂശിൽ കടന്നുകൊണ്ട് നിലവിളിച്ചത്, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ദൈവത്തിന്റെ വചനം പറയുന്നു, പഴയ പ്രമാണം പറയുന്നു, അവൻ വേർതിരിച്ചവർ, അവനായി വിലയ്ക്ക് വാങ്ങിയവർ അവന്റെ മക്കളാണ്. ഇസ്രായേല്യർ എല്ലാവരും അവന്റെ മക്കളാണ്. അങ്ങനെയെങ്കിൽ നാം പ്രിയ മക്കളാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടത് കൊണ്ട്. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, നിസ്തുല്യ രക്തമത്രേ നമുക്ക് ദാനമായി നൽകിയത്. ആ രക്തത്താൽ അത്രേ നമ്മെ കഴുകിയത്, ശുദ്ധീകരിച്ചത്, സൗഖ്യമാക്കിയത്, നിത്യതയ്ക്ക് വേണ്ടി മുദ്രയിട്ടിരിക്കുന്നത്. ആകയാൽ കുഞ്ഞാടാം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എവിടെയും ആയിരിക്കട്ടെ, നമ്മോട് എന്തു ദോഷം ചെയ്തവരുമായിരിക്കട്ടെ, നമ്മെ നിന്ദിച്ചവരാകട്ടെ, അപമാനിച്ചവരാകട്ടെ, നമ്മുടെ മാനത്തെ പൂഴിയോട് പറ്റിച്ചവരാകട്ടെ, എന്നാൽ ഈ വചനം പറയുന്നു, ദൈവത്തിന്റെ മക്കളോട് പകവെക്കരുത്. 17-ാമത്തെ വാക്യം പറയുകയാ, സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദോഷിക്കരുത്, കൂട്ടുകാരന്റെ പാപം നിന്റെ മേൽ വരാതിരിക്കുവാൻ അവനെ താല്പര്യമായി ശാസിക്കണം, പ്രതികാരം ചെയ്യരുത്. നമ്മുടെ വാക്കുകളിലൂടെ പോലും പ്രതികാരം വരരുത്. നമ്മുടെ മനുഷ്യരാണ്. ഒരുപക്ഷെ പാരമ്പര്യമായി ജീൻസ് മുഖാന്തരമായി നമ്മുടെ സ്വഭാവങ്ങൾ പലപ്പോഴും വികൃതമാകാം. എന്നാൽ നമുക്കകത്തെ ഒരു മനുഷ്യനുണ്ട്. അവന്റെ രൂപമാണ് നമുക്ക് തന്നിരിക്കുന്നത്. Praise the Lord. നാം അതല്ലേ പാടുന്നത്, നിന്റെ രൂപം എന്നിൽ നൽകണമേ. അങ്ങനെയെങ്കിൽ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റെടുക്കുക. രണ്ടാമതായി ദൈവത്തിന്റെ മക്കളോട് പകവയ്ക്കുകയില്ല. മൂന്നാമതായി എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, എഫേസ്യർ 5:2.
ആമേൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പേൻ. യേശു കാൽവറിയിൽ യാഗമായി നമുക്ക് വേണ്ടി വഴിപാടായി തീർന്നു. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആമേൻ, ദൈവ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. ആമേ, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. അതുകൊണ്ട് ആമേ, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി ദൈവത്തിന് ആമേ സൗരഭ്യവാസനയായി തീർന്നു. നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. ആമേൻ, വഴിപാടായി തീർന്നു. ദൈവത്തെ പ്രസാദിപ്പിച്ചു, നമ്മെ വീണ്ടെടുത്തു. ആ സ്നേഹത്തിൽ അമർന്നിരുന്ന് പരസ്പരം സ്നേഹിപ്പീൻ. അവസാനമായി 1 പത്രോസ് 1:22 കൂടെ നമുക്ക് വായിക്കാം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:22. അതിനുശേഷമായി നാം എല്ലാവരും ദിവസം എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടെ കടന്നു പോവുകയും ചെയ്യും. 1 പത്രോസ് 1:22. സഹോദര പ്രീതിക്കായി നിർമ്മലീകരിക്കുക കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റ് സ്നേഹിക്കുവീൻ. ഹൃദയപൂർവം അന്യോന്യം ഉറ്റ് സ്നേഹിപ്പീൻ. ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ദൈവത്തിന്റെ ആത്മാവ് ആവശ്യപ്പെടുന്നില്ല. ആമേ, പലതും അക്കംപ്ലിഷ് ചെയ്യണമെന്ന് ഈ പുതുവർഷത്തിൽ ആമേ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. ഒന്ന് മാത്രം നമ്മോട് ആവശ്യപ്പെടുന്നു. ആമേൻ. എന്നാൽ സത്യമനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി, വ്യാജമില്ലാത്ത നിർവ്യാജമായ സഹോദര പ്രീതിക്കായി ആമേൻ നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യമറ്റു സ്നേഹിപ്പീൻ. ആരോടെങ്കിലും പിണക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ, അവർ നമ്മുടെ കൂട്ടത്തിലില്ലാത്തവരാണെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അവനോട് ചെന്ന് കൈകൊടുത്തൊന്ന് കെട്ടിപ്പിടിക്കുവാനിടയായാൽ അവിടെ ദൈവപുത്രൻ മഹത്വപ്പെടുത്തില്ലേ? അവിടെ സ്വർഗം ഹല്ലേലൂയ സന്തോഷിക്കത്തില്ലേ? അവിടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കത്തില്ലേ? അവിടെ ഒരിക്കൽ കൂടെ പിശാചിന്റെ തല തകർക്കപ്പെട്ട് ആമേൻ അവൻ അധമപാതാളത്തിന്റെ ശക്തിയോടെ ആമേൻ നമ്മെ വിട്ടുപോകുവാനിടയായി തീരത്തില്ലേ? ആകയാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നാൽ സത്യമനുസരിച്ചാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. ആമേൻ. നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. ഒരു പാട്ടിൻ്റെ ഈരടികളെ പാടുമ്പോൾ ആമേൻ ഈ ഒരു തീരുമാനമെടുക്കാം. ആമേൻ, തമ്മിൽ സ്നേഹിക്കും. ദൈവത്തിന്റെ മക്കളെ ആമേൻ പകയ്ക്കുവാൻ വെറുക്കുവാൻ ഇടയായി തീരത്തില്ല. ആമേൻ, നിർവ്യാജ സ്നേഹം ആമേൻ ഹല്ലേലൂയ ഹൃദയപൂർവം ഉറ്റു സ്നേഹിക്കുന്ന അനുഭവം ഈ വചനങ്ങളാൽ ആമേൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ആമേൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പുതുവർഷം തന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ആമേൻ ഹല്ലേലൂയ നമ്മെ ആമേൻ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അഭിഷേകത്തിന്റെ നിറവിൽ ആമേൻ മുന്നേറുവാൻ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഏതവസ്ഥയിലും പ്രവർത്തിക്കേണ്ടതിന് ദൂത ആമേൻ സൈന്യത്തെ അവൻ നൽകിയിട്ടുണ്ട്. ഒന്ന് മാത്രം ചെയ്യുക, നാം അവന്റെ കരങ്ങൾ ഇണങ്ങിയവരാകുക. ആമേൻ. Expect great things from the Lord and attempt great things for the Lord. ആമേൻ. 2026 ദൈവത്തിന്റെ വലിപ്പം വെളിപ്പെടുന്ന, ദൈവത്തിന്റെ പ്രവൃത്തിയിൽ, ദൈവത്തിന്റെ വേലയിൽ അവന്റെ വലിമ വെളിപ്പെടുന്ന, ആമേൻ സഭയിൽ അവന്റെ മഹത്വം വെളിപ്പെടുന്ന ആമേൻ വർഷമായി തീരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ NCPC ദൈവസഭയെ അനുഗ്രഹിക്കുന്നു, ഒരു അനുഗ്രഹമായി ഡിക്ലെയർ ചെയ്യുന്നു. ആമേൻ, ആമേൻ, ആമേൻ.